മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഫണ്ട് പിരിവിൽ കോൺഗ്രസിനെതിരെ വീണ്ടും ആരോപണവുമായി CPIM. ധനലക്ഷ്മി ബാങ്കിന് പുറമെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴിയും പണം പിരിച്ചെന്നാണ് ആരോപണം. ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ പോയി. അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ CPIMന്റെ സമൂഹ മാധ്യമ ചുമതല വഹിക്കുന്ന MV നികേഷ് കുമാർ കോൺഗ്രസിനെ വെല്ലുവിളിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾ CPIM തുടരുകയാണ്. നിലവിൽ കോൺഗ്രസ് പുറത്തുവിട്ട കണക്ക് ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിലേത് മാത്രമാണ്. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിലുള്ള മറ്റൊരു അക്കൗണ്ടായ വെള്ളയമ്പലത്തെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴിയും പണം പിരിച്ചു. സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പ്രവാസിയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ MV നികേഷ് കുമാർ ആരോപിക്കുന്നു. ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ 5,38,21,632 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത് സംശയകരമായി തന്നെ തുടരുകയാണ്. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണം. നാട്ടുകാർ സംഭാവന നൽകിയ പണം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, എല്ലാം വൈറ്റ് മണി നൽകി നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് അവകാശപ്പെടുന്ന കച്ചവടത്തിന്റെ ഇടപാടുകൾ നടന്ന ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് പുറത്തുവിട്ടുകൂടാ? ആരോപണത്തെ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കട്ടെ എന്നും മറുപടി നൽകി. നികേഷ് കുമാറിന് ചോദിച്ചതിന് ഉത്തരം പറയണത് AKG സെന്ററിലെ വല്ല പ്യൂണിനോട് ചോദിക്കാൻ പറ, അല്ലെങ്കിൽ അവിടെയുള്ള അറ്റൻഡറോട് ചോദിക്കാൻ പറ. ഞാനൊന്നും അല്ലല്ലോ നികേഷ് കുമാറിന് മറുപടി പറയണം. നികേഷ് കുമാർ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നികേഷ് കുമാർ ആരാണ് എന്നോട് ചോദ്യം ചോദിക്കുക? 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.